നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പാർട്ട് 9 വരെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? റെറ്റിനയ്ക്ക് മുൻപിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒന്നുകൂടെ നോക്കാം. ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? റെറ്റിനയ്ക്ക് മുൻപിലാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ആൻറ്റിബോഡി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏത്? ചുവന്ന രക്തകോശം, ലിംഫോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്, ന്യൂട്രോഫിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിംഫോസൈറ്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആൻറ്റിബോഡി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ലിംഫോസൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാർഷിക വിളയിനമായ സൊണാലിഗയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത്, അത്യുൽപാദന ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള നെല്ലിനമാണ്. അത് തെറ്റാണ്. അടുത്തത്, അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ്. അത് ശരിയാണ്. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനം ചോളമാണ്. അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ശരി. കാർഷിക വിള ഇനമായ സൊണാലിഗയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? തയാമിൻ, റെറ്റിനോൾ, സയനോകൊബാലമിൻ, കാൽസിഫെറോൾ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് സയനോകൊബാലമിൻ്റെ അഭാവം കൊണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചില രോഗങ്ങളെയും അവയുടെ രോഗകാരികളുമാണ് ചുവടെ ജോഡികളായി നൽകിയിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായ ജോഡികൾ ഏവ എന്ന് കണ്ടെത്തുക. എലിപ്പനി, ലെപ്റ്റോസ്പൈറ, മലേറിയ, പ്ലാസ്മോഡിയം, പ്ലേഗ്, വൈറസ്, ഡെങ്കിപ്പനി, വൈറസ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ, മലേറിയ, പ്ലാസ്മോഡിയം, ഡെങ്കിപ്പനി, വൈറസ്. ഇത് 3 ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീലിമ എന്നറിയപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? ദ്രുതവാട്ടം എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം കുരുമുളക്, അത്യുൽപാദന ശേഷിയുള്ളതും കീടബാധയെ ചെറുക്കാൻ ശേഷിയുള്ളതുമായ ഇനം നെല്ല്, വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം വഴുതന, അത്യുൽപാദന ശേഷിയുള്ളതും കീടബാധയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായ ഇനം വെള്ളരി. നീലിമ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം വഴുതനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരീര സന്തുലനാവസ്ഥ പാലിക്കാൻ കാരണമായ നാഡീ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത്. ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്നു. കേൾവിക്ക് കാരണമായ നാഡീ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2, 4 ശരിയാണ്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടത്. കേൾവിക്ക് കാരണമായ നാഡീ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നത്. 2 ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. കുളമ്പ് രോഗം വൈറസ് ശരിയാണ്. അകിട് വീക്കം വൈറസ് തെറ്റാണ്. ബ്രൂസെല്ലോസിസ് ബാക്ടീരിയ ശരിയാണ്. ആന്ത്രാക്സ് ബാക്ടീരിയ ശരിയാണ്. അപ്പം തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അകിട് വീക്കം വൈറസ് എന്നുള്ളതാണ്. അടുത്തത്, ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം. കാൽസിഫെറോൾ, റെറ്റിനോൾ, ഓപ്സിൻ, റെറ്റിനാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെറ്റിനാലാണ്. ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിൻ്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥമാണ് റെറ്റിനാൽ. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഡ്രിനൽ ഗ്രന്ഥിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്?
ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കോമ്പല്ലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരി. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്തിനമാണ്? പയർ, വെണ്ട, പാവൽ, നെല്ല്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പാവലാണ്. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇരവികുളം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇരവികുളമാണ്. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഇരവികുളമാണ്. നോക്കാം. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിതസസ്യങ്ങൾ, സസ്യഭോജി, മിശ്രഭോജി, ഇവരാരുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹരിതസസ്യങ്ങളാണ്. അടുത്തത്, 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം? ശ്വാസകോശം, കരൾ, ഹൃദയം, വൃക്ക. സാർസ് രോഗം മുഖ്യമായി ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.